ഒരു പഴക്കുലൊക്കെ ഒന്നായിട്ട് പഴുക്കുന്ന സമയത്ത് ഇതുപോലെ വേഗം പഴുത്ത് കറുത്തു പോകില്ല അതിൻ്റെ തൊലി. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്ക് പോലും ഇത് കഴിക്കാൻ മടിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് പഴങ്ങൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് കിടന്ന ഭാഗങ്ങളൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. കാരണം ഇത് നമ്മളെ പലഹാരത്തിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ പഴങ്ങളൊക്കെ തൊലി കളഞ്ഞിട്ട് ഒരു രണ്ടായിട്ട് കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയിൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ പഴം ഉണ്ടെങ്കിൽ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിപ്പോൾ ഏകദേശം ഒരു 10-11 പഴം ഉണ്ടാവുള്ളൂ കേട്ടോ, ആ ഒരു അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് മധുരമുള്ള പലഹാരമാണല്ലോ, വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, ഈ പഴത്തിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് 3ഉം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പഴം, മുട്ട, ഉപ്പ് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും പിന്നെ അതേപോലെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് അപ്പക്കാരുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഫ്ലേവറിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുക. എന്താണ്, ഏലക്കപ്പൊടി. ഇനിയിപ്പോൾ ഏലക്കപ്പൊടിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേകിച്ചൊരു അളവൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഞാൻ ഒരു 1/2 കപ്പിൻ്റെ താഴെയായിട്ട് അരിപ്പൊടിയും 1/2 കപ്പിൻ്റെ താഴെയായിട്ട് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടും തുല്യ അളവിലാണ് കേട്ടോ വേണ്ടത്, രണ്ടും ഈക്വലായിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം പിന്നെ പൊടി കുറവാണെങ്കിൽ 2 പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് കോരി വയ്ക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇതിന് സ്പൂൺ പഴംപൊരി എന്നാണ് കേട്ടോ പേര് പറയുക. നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിടുന്നത് കൊണ്ട് സ്പൂൺ പഴംപൊരി എന്നാണ് ഇതിന് പറയാറുള്ളത്. നമ്മൾ സാധാ പഴംപൊരിൻ്റെ ഏകദേശം അതേ ടേസ്റ്റ് തന്നെ, പക്ഷേ അതിലേറെ ടേസ്റ്റാണ്. കാരണം ഇത് പഴത്തിൻ്റെ ഫ്ലേവർ നല്ലോണം ഉണ്ടാവും, കാരണം നമ്മൾ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ പഴങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഉഗ്രൻ പലഹാരമാണ്. പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ.